വൈദ്യുത ബോർഡിനെ സാമ്പത്തികമായി തകർക്കുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി മാർച്ച് നടത്തി. മാർച്ച് CITU ദേശീയ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. KSEBയെ തകർക്കുകയാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നീക്കമെന്ന് KN ഗോപിനാഥ് പറഞ്ഞു. വൈദ്യുതി ബോർഡിനെ സാമ്പത്തികമായി തകർക്കുകയും തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ നടപടികൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി മാർച്ച് നടത്തിയത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ക്ഷാമത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷനാണ് എന്ന് പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ കൃത്യതയോടുകൂടി നിലപാടെടുത്തു പോയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഇന്ന് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. മാർച്ച് CITU ദേശീയ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്രൈസിസ് കേരളത്തിനകത്ത് വരുമെന്നും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഉഷ്ണതരംഗം കൊണ്ട് ഉത്തരേന്ത്യയിലടക്കം വരുമ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളും അത് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വേണ്ടതുപോലെ ചെയ്യുന്നില്ല എന്ന് കണക്കാക്കുമ്പോൾ കേരളത്തിന്റെ 5 ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ സൂര്യതാപം കൊണ്ട് ഇന്ത്യക്കകത്ത് മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നും ഇന്ത്യക്കകത്തുള്ള ഹെൽത്ത് റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമാണ്. എന്നാൽ കേരളത്തിനകത്തും ഈ ചൂടിന്റെ ഭാഗമായി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഊർജ്ജ മേഖലയിലെ എങ്ങനെ ക്രൈസിസ് ആക്കും? പശ്ചിമേഷ്യൻ പ്രശ്നം മാത്രമല്ല, ഈ പ്രതിസന്ധി വന്നപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? അത് റെഗുലേറ്ററി കമ്മീഷൻ നേരത്തെ ഇവിടെ പ്രദീപ് പറഞ്ഞല്ലോ, 8-ാം തീയതി ഒരു അപേക്ഷ കൊടുത്തിട്ട് അതുമ്പോൾ തീരുമാനം എടുക്കുന്നത് 22-ാം തീയതിക്ക് വെച്ചു. 22-ാം തീയതി തീരുമാനം എടുക്കാതെ 24-ാം തീയതിക്ക് വെച്ചു. എന്നിട്ട് അനുവദിക്കുക. എന്നിട്ടാണ് വൈകിയാണ് ഇപ്പോൾ 250 മെഗാവാട്ട് പവർ ഗ്രിഡിൽ നിന്ന് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കോ 10 രൂപയ്ക്ക് കിട്ടാനില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ദീർഘകാലത്തേക്ക് ഇലക്ട്രിസിറ്റി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കരാറിന് ആരാണ് അനുവാദം കൊടുക്കാതിരുന്നത്? CITU, AITUC, INTUC എന്നീ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. മാനവീയം വീഥിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി നേതാക്കളായ പ്രദീപ് ശ്രീധരൻ, S ഹരിലാൽ, M ഷിറാസ്, പ്രദീപ് നെയ്യാറ്റിങ്കര, C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കടുത്ത വേനൽ ചൂടിലും നിരവധി ജീവനക്കാരാണ് മാർച്ചിൽ അണിനിരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.